കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വേദഭാഗമാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്: അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അതേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അനേക പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. ആവശ്യങ്ങൾക്കകത്ത്, ആവശ്യബോധങ്ങൾക്കകത്ത് പ്രാർത്ഥിക്കുന്ന അനേക പ്രാർത്ഥനകൾ കാണാൻ കഴിയുന്നു. എന്നാൽ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്ന് പറയുന്നത്, ഈ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് മരണം മാറിപ്പോകുന്ന പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. അത്ര ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിച്ചൊരു വിഷയത്തിൻ്റെ മറുപടി ലഭിച്ചതാണ് ഇവിടെ വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു. എപ്പോൾ? എന്തോ കേട്ടതുകൊണ്ട്, എന്തോ അറിഞ്ഞതുകൊണ്ട് താൻ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. 1-ാമത്തെ വേദഭാഗം ഇങ്ങനെ പഠിക്കുന്നു: അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്തു. വളരെ വേദനിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ മരണവാർത്ത നമ്മോട് ജീവനോടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞാൽ അത് നമ്മെ എത്രത്തോളം ഭാരം, എത്രത്തോളം വേദനിപ്പിക്കും. നിശ്ചയമായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുന്ന വ്യക്തികളാണ് നാം. നമ്മുടെ വാക്കുകളിൽ പലപ്പോഴും പറയാറുണ്ട്, മരണത്തെ എനിക്ക് പേടിയില്ല, മരണം എനിക്ക് വിഷയമില്ല എന്നൊക്കെ പറയാറുണ്ട്. വാസ്തവം തന്നെയാണ്. എന്നാൽ ഇന്ന സമയത്ത് നീ മരിച്ചു പോകുമെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ, ഒരു മാനുഷിക നിലയിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അല്പം ഭാരവും അല്പം പ്രയാസവും തോന്നും. കാരണം ഭൂമിയിൽ എത്രത്തോളം ജീവിക്കാമെന്ന് മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ടും മനുഷ്യൻ പ്രയത്നിച്ചുകൊണ്ടും ഇരിക്കുന്നൊരു സമയമാണ്. നമുക്കറിയാം, പോപ്പ് ഗായകനായ മനുഷ്യൻ തൻ്റെ ആയുസ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച പ്രയത്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം. മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ മനുഷ്യൻ തനിക്ക് ആയുസ് കൂട്ടാൻ വേണ്ടി താൻ പ്രയത്നിച്ചു. എന്നാൽ അതൊന്നും ഫലപ്രാപ്തി കാണുവാൻ ഇടയായി തീർന്നില്ല. അപ്പോൾ ആയുസ്സിന് തൻ്റെ പരിശ്രമം പോലും ഫലപ്രാപ്തിയിലെത്താത്ത സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആയുസ്സിന് വേണ്ടിയും ഒരു ദിവസം കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യനൊന്നുമില്ല. ഇവിടെ ആയതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിനോട് വന്ന് താൻ ഒരു മരിക്കത്തക്ക രോഗത്തിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തന്നോട് വന്ന് പറയുന്നത്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കോ, നീ മരിച്ചു പോകും, അടുത്ത പദം നീ സൗഖ്യമാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു രോഗത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്, എൻ്റെ രോഗത്തിന് ഒരു സൗഖ്യം കിട്ടണം. ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി മനുഷ്യൻ ഇന്ന് എന്തും ചെയ്യുവാൻ, ഏത് പ്രമാണത്തെ വിശ്വസിക്കുവാൻ വേണ്ടിയും തയ്യാറുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇവിടെ പ്രവാചകൻ ഹിസ്കിയാവിനോട് പറഞ്ഞു, നീ മരിച്ചു പോകും, നീ സൗഖ്യമാകത്തില്ല. വളരെ വേദനയോടെ അപ്പോൾ താൻ കേട്ട വാർത്ത തൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതായി, നൊമ്പരിപ്പിക്കുന്നതായി മാറിയപ്പോൾ അപ്പോൾ താൻ മുഖം ചുവരിനോട് ചരിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ പ്രാർത്ഥനാ വാചകം ഇതാണ്. 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണം. താൻ പ്രാർത്ഥിക്കുന്നു, അതെ, ഞാൻ മരിച്ചു പോകും, ഞാൻ സൗഖ്യമാകത്തില്ല എന്ന് ഞാൻ കേട്ടു. പക്ഷേ എൻ്റെ വിശ്വസ്തതയും എൻ്റെ പ്രാർത്ഥനയും ഞാൻ ദൈവത്തോട് കാണിക്കുന്ന തിരുമുമ്പിൽ പ്രസാദമായുള്ളത് ചെയ്തതൊക്കെ ഒന്ന് ഓർക്കണമെന്ന് തൻ്റെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ മരണത്തെ പോലും വഴിമാറ്റിവിടുന്ന തൻ്റെ പ്രാർത്ഥന അവിടെ വെളിപ്പെടുന്നു. ഇന്ന് ഈ ദിവസം എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്
നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ, നമ്മെ ഭാരപ്പെടുത്തിയ, നമ്മെ നൊമ്പരപ്പെടുത്തിയ, നമ്മെ വേദനപ്പെടുത്തിയ വിഷയങ്ങളെ അതും നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ചിന്തിച്ചുകൊണ്ടോ ഇരിക്കുവാനല്ല, മറിച്ച് ആ ഭാരത്തിനും അപ്പുറമായി ഈ ഭാരത്തെ നീക്കിത്തരുന്നൊരു ദൈവമുണ്ടെന്ന് മനോവ്യസനത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ തൻ്റെ മരണത്തെ മാറ്റുന്ന ഒരു പ്രാർത്ഥന അവിടെ വെളിപ്പെടുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ, അടുത്ത വാക്യത്തിൽ, 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: എന്നാൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ യെശയ്യാവ് പറഞ്ഞിട്ട് പോയത് നീ മരിച്ചു പോകുമെന്നാണ്. ഒരു പ്രവാചകൻ പറയാം നീ മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് പോയ അതേ യെശയ്യാവ് വീണ്ടും മടങ്ങിച്ചെന്ന് ഹിസ്കിയാവിനോട് പറയുന്ന ഒരു പദമുണ്ട്. നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും പ്രാർത്ഥിക്കാറുള്ളവരാണ്, നാം എല്ലാവരും കണ്ണുനീരൊഴുക്കാറുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം തന്നെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് അത്യാവശ്യകതയായി വന്നിരിക്കുകയാണ്. ഇന്ന് പകൽ നമ്മുടെ ഏതൊക്കെ പ്രാർത്ഥനയ്ക്കാണ് മറുപടി ലഭിക്കാതിരുന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ പ്രാർത്ഥിച്ചു, ആ വിഷയത്തിന് എനിക്ക് മറുപടി ലഭിച്ചില്ല. എന്തുകൊണ്ട് മറുപടി ലഭിച്ചില്ല? ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥനയെ ഒന്നുകൂടൊന്ന് സ്തോത്രം ഒന്ന് ചിന്തിക്കുവാനും അതിനെ ഒന്ന് മോഡി ചെയ്ത് ദൈവസന്നിധിയിൽ എത്തിക്കുന്ന, നമ്മുടെ കണ്ണുനീർ ദൈവം കാണുന്ന നിലയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ചില വിഷയങ്ങളുടെ മേൽ ഈ 2025 പ്രാരംഭ സമയങ്ങളിൽ തന്നെ വിടുതലുകൾ ദൈവം പ്രാധാന്യം ചെയ്യുവാനിടയെ തീരും. അതേ, യെശയ്യാവ് പറയുകയാണ്, ആദ്യം പറഞ്ഞത് നീ സൗഖ്യമാകത്തില്ല എന്നാണ്, നീ മരിച്ചു പോകുമെന്നാണ്. എന്നാൽ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ അതേ മരിച്ചു പോകുമെന്നും സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞ പദം മാറ്റി പറയുന്നു. എന്താ? ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. അതേ പ്രിയപ്പെട്ടവരെ, ഹിസ്കിയാവിൻ്റെ മരണം മാറിപ്പോയൊരു പ്രാർത്ഥനയാണ് നാം കാണുന്നത്. മരണത്തെ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാറ്റുവാൻ കഴിയുമെങ്കിൽ നിസാരമായി നമ്മുടെ കഷ്ടതകൾ, നാം അനുഭവിക്കുന്ന രോഗങ്ങൾ, നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, നാം അനുഭവിക്കുന്ന കടക്കണികൾ, ഇവയൊക്കെ നോക്കി ഭാരത്തോടും പ്രയാസത്തോടും ഞാനിങ്ങനെ ഇതുകൊണ്ട് അവസാനിച്ചു പോകുമെന്ന് പറയാനല്ല. അതേ, എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ട് എനിക്ക് മറുപടി തരുമെന്ന് വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതേ, ഹിസ്കിയാവിൻ്റെ മരണത്തെ മാറ്റിയ പ്രാർത്ഥന, ആയതുപോലൊരു പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ അസാധാരണമായ വിടുതലുകളും ദൈവപ്രവർത്തികളും നമ്മുടെ പ്രാർത്ഥനയിൽ ചലിക്കും. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.